തീർച്ചയായും നമ്മുടെ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഈ നാടിൻ്റെ മനസ്സറിഞ്ഞ ഒരു സമീപനം സ്വീകരിക്കണം എന്നതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ചുമതലയേറ്റ ആദ്യ ദിവസം പറയാനുള്ളത്. വിവിധങ്ങളായ പ്രശ്നങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, പുതിയ കാലഘട്ടത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് പുതിയ സാധ്യതകൾ, പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറയെ കൂടുതൽ കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കുന്ന സമീപനത്തിന് ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണം എന്നാണ് മനസ്സിലുള്ളത്. തീർച്ചയായും ഇവിടുത്തെ യുവജനതയുടെ ആ ഒരു വലിയ കാലിബർ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വലിയ ശേഷി പൂർണ്ണമായും നമുക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ല ഗ്രാമീണ മേഖലയിൽ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും അതുപോലെ ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ അവരുടെ പുതിയ തലമുറയ്ക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള കൈത്താങ്ങാകുന്ന പദ്ധതികളാണ് ഉണ്ടാകേണ്ടത്. അവരുടെ വിദ്യാഭ്യാസവും അവർക്ക് തൊഴിൽ ഇടങ്ങളിൽ കൂടുതൽ സ്പേസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ, അതുപോലെ തന്നെ അവരുടെ കലാ സാംസ്കാരിക മേഖലയിലെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ, അതുപോലെ ഭിന്നശേഷി അടക്കമുള്ള സമൂഹത്തിന്, പ്രത്യേകിച്ചും കിടപ്പ് രോഗികളടക്കമുള്ള വയോജനങ്ങളടക്കമുള്ള ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. അതുകൂടാതെ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ചും മാനസികാരോഗ്യ രംഗം ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിടുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരു സമൂഹമുള്ള കാലഘട്ടമാണ്. അപ്പോൾ അതിൽ ഫലപ്രദമായ ഒരു ഇടപെടൽ സാധ്യത നമുക്ക് ഉണ്ട്. പ്രത്യേകിച്ചും മാനസികാരോഗ്യം ശരിയായ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ, അതിന് ജില്ലാ പഞ്ചായത്തിൻ്റെ ആശുപത്രികളിലും അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകണം എന്ന് തന്നെയാണ് കരുതുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിലായിട്ട് നോക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യമായി ചുമതലയേറ്റ ആളെന്ന നിലയിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് ഒരു ഇടപെടലിനുള്ള സാധ്യത നമ്മൾ തീർച്ചയായും നോക്കുന്നതാണ്. പിന്നെ ഇതിനു മുമ്പ് മുൻകാലങ്ങളിൽ എൻ്റെ മുൻഗാമികളായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരും ഭരണസമിതിയും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോയാൽ മാത്രമാണ് ബാക്കി നമുക്ക് അതെങ്ങനെയാണ് ഇനി അടുത്തുള്ള കാര്യങ്ങളെന്ന് വിശദമായി പറയാൻ കഴിയൂ. എന്താണെങ്കിലും അതിൻ്റെ ഒരു രൂപീകരണ പ്രക്രിയ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് പോയതിന് ശേഷം തീർച്ചയായും അതിന് വ്യക്തമായൊരു മാർഗ്ഗരൂപം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളോട് ഒരിക്കൽ കൂടി സംസാരിക്കാം. നമുക്കിവിടെ തന്നെ സംസാരിക്കാം. അപ്പോൾ തീർച്ചയായും ഒരു ജില്ലയുടെ ഒരു വികസന നീക്കം നടക്കാതെ വന്നാൽ ഒരു പക്ഷേ കേരളം ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സ്വയം പര്യാപ്തമായ ഒരു ഭക്ഷ്യ സംസ്കാരം ഇവിടെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതുകൂടാതെ ആതുര സേവന രംഗത്ത് ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം, വർദ്ധിച്ചു വരുന്ന ആരോഗ്യ മേഖലയിലെ വലിയ പ്രശ്നങ്ങളും വലിയ ചെലവും ഇന്ന് ഒരു വലിയ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ പൊതുജനാരോഗ്യത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം, മരുന്നുകളുടെ ഒക്കെ ഉപയോഗത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും രോഗനിർണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ലോക നിലവാരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ആതുര സേവന രംഗത്ത് കൂടുതൽ ഇടപെടൽ സാധ്യതകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിന് നമുക്കറിയാം, എറണാകുളം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യത നമ്മുടെ ഈ മേഖലയിലുണ്ട്. അപ്പോൾ നമ്മുടെ പൊതുജനാരോഗ്യത്തെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്രദമാക്കുന്നതിനോ അല്ലെങ്കിൽ അത് പുഷ്ടിപ്പെടുത്തുന്നതിനോ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.